സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞങ്ങൾ അച്ഛന്മാർ ഇടയ്ക്കൊക്കെ സിനിമയ്ക്ക് പോകാറുണ്ട്. എല്ലാ അച്ഛന്മാരും അല്ല, ഞാൻ ഇൻവെർട്ടർ കോമിൽ ഇടുകയാണ്. എന്നെപ്പോലുള്ള അച്ഛന്മാരെ ഇടയ്ക്ക് സിനിമയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സിനിമ കാണുമ്പം അത് നല്ലതല്ലെങ്കിൽ, സമൂഹത്തിൻ്റെ മൊറാലിറ്റിക്ക് ചേരുന്നതല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു സമൂഹത്തിൽ നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ, ആ ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കണം. അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ഏത് സിനിമയെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു, നിവിൻ പോളി തകർത്ത് അഭിനയിച്ച സർവം മായ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്, ഒരു ഫീൽ ഗുഡ് മൂവി. ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഞാൻ അതിൻ്റെ ഡയറക്ടറെ, അത് കഥ എഴുതി സംവിധാനം ചെയ്ത് അത് എഡിറ്റ് ചെയ്ത നമ്മുടെ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്. അതിനുള്ള ഒന്നാമത്തെ കാരണം, ഈ സിനിമയിൽ വയലൻസോ സിഗരറ്റോ കഞ്ചാവോ അശ്ലീല പദപ്രയോഗങ്ങളോ അശ്ലീലതയോ അങ്ങനെ ഒരു സാധനവും ഈ സിനിമയിലില്ല. അതിനെ കംപ്ലീറ്റ് ആയിട്ട് അഖിൽ സത്യൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിന് ഞാൻ ആദ്യം അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മുത്തശ്ശിമാരും നമ്മുടെ സിനിമകളിലൂടെയൊക്കെ നമ്മുടെ കുട്ടികൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രേതത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പേടിപ്പെടുത്തുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അഖിൽ സത്യൻ ഈ സിനിമയിലൂടെ. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പം ഈ ഡെലുലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് ഈ സിനിമയിൽ. ഈ ക്യാരക്ടറിൻ്റെ കൂടെ നടക്കാൻ, ആത്മാവിൻ്റെ കൂടെ ഒരു പേടിയും കൂടെ നടക്കാൻ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന ഓരോ പ്രേക്ഷകനും തോന്നത്തക്ക രീതിയിലാണ് ഈ സംവിധായകൻ ഈ മൂവിയെ ഒരുക്കിയിരിക്കുന്നത്. ഒരു കലാകാരൻ ഒരു സമൂഹത്തിൽ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഭയം ഉണ്ടെങ്കിൽ, ആ ഭയത്തെ മാറ്റാനായിട്ട് ആ സംവിധായകന്, ആ കലാകാരന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഞാൻ ഈ മൂവിയിൽ നമ്മുടെ ആത്മാവ്, പ്രേതം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അതൊക്കെ അഖിൽ സത്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നിങ്ങളുടെ ചിന്തകൾക്ക് ഞാനതിനെ വിട്ടുതരികയാണ്. പക്ഷേ ഇത് കണ്ടിറങ്ങുന്ന കുഞ്ഞു മക്കൾക്കാണെങ്കിലും ഈ പ്രേതത്തെക്കുറിച്ചുള്ള പേടി പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഇത് പറയുമ്പോൾ എനിക്കുള്ള ഒരു പേടി എന്താണെന്നറിയോ? നമ്മുടെ സിമിത്തേരിയിലൊന്നും ഇപ്പോൾ ഒരു ബോർഡും വെച്ചിട്ടില്ല. പക്ഷേ ഇനി ചിലപ്പോൾ വെക്കേണ്ടി വരും. രാത്രി 7 മണിക്ക് ശേഷം സിമിത്തേരിയിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത്. കാരണം ഈ പ്രേതത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചൊക്കെ ഉള്ള പേടികൾ നമുക്കില്ലാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനെ സ്നേഹത്തോടെ അന്വേഷിച്ച് ഇറങ്ങണ ഒരു രീതിയിലേക്ക് ഈ മൂവി നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത ഡയറക്ടർ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പറ്റുവാണെങ്കിൽ നിങ്ങൾ പോയി കാണണം. ഇത് നല്ല ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല മെസ്സേജുകളുണ്ട്, നല്ല കോമഡി ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു നല്ല ഷിഫ്റ്റ് ഈ സമൂഹത്തിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.